ജീവിതയാത്രയിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുവാൻ ഒരാൾ, ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ താങ്ങായും തണലായും മാറാവുന്ന ഒരാൾ. അത്തരമൊരു വ്യക്തിയെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. എങ്കിലും നമ്മളിൽ ചില ഹതഭാഗ്യർക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു പങ്കാളിയെ ആവണമെന്നില്ല കിട്ടുന്നത്. പൊരുത്തക്കേടുകൾ നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ പൊരുതി നിൽക്കുന്ന ചിലർ, പൊരുതിയിട്ടും തോറ്റു പിന്മാറേണ്ടി വരുന്ന മറ്റു ചിലർ, അങ്ങനെയുള്ള ചിലരുടെ കഥകളുമായാണ് ജീവിതം സാക്ഷി ഇതുവരേക്കും നിങ്ങളുടെ അരികിലേക്ക് എത്തിയത്. ജീവിതം സാക്ഷി, കഥയേക്കാൾ വിചിത്രം. ഇത് റജിയുടെ കഥയാണ്. കൊല്ലം ജില്ലയിലെ നെടുങ്കാലത്ത് നിന്നാണ് റജി വരുന്നത്. ജീവിതത്തിലുണ്ടായ തിക്താനുഭവങ്ങൾ എന്താണെന്ന് റജി പറഞ്ഞു തരുന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ചില കഥകൾ കൊണ്ടാണ്. റജിയും ഭർത്താവ് പ്രമോദ് കുമാറും അവരുടെ 2 കുട്ടികളും ഒക്കെയായി ജീവിച്ചിരുന്ന അവരുടെ കൊച്ചു വീട്ടിലെ സുഖവും സന്തോഷവും എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് റജിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കല്യാണം കഴിഞ്ഞ് 18 വർഷമായി. 17 വയസ്സുള്ള ഒരു മോനും ഉണ്ട്. 9 വയസ്സുള്ള മോളും ഉണ്ട്. ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയായിട്ട് അടുപ്പോ. ആദ്യമൊന്നും എനിക്ക് സംശയമില്ലായിരുന്നു. ഞാനെന്ന് വെച്ചാൽ ഭർത്താവിന് ഞാനെന്നും പറഞ്ഞ് ജീവിച്ചതാ ഞങ്ങള്. ഇതേ മണ്ണിന്റെ പണിക്ക് പോയാണ് ഈ ബന്ധത്തിലായത്. ഈ സ്ത്രീ അയിരൂലുള്ളതാ. അയിരൂലെന്ന് പറഞ്ഞാൽ വർക്കല അയിരു. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് മുക്കം, ഇടയാടി മുക്കം കോളനി, പരവൂർ ഏരിയ, കൊല്ലം ജില്ല. ശശി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്നെ അറിയാം, എൻ്റെ മക്കളെ അറിയാം, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിയാം. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ സ്ത്രീ അറിഞ്ഞൂടാ. എനിക്കറിയാം. എനിക്കറിയാവുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ പാർട്ടി പൊതുപ്രവർത്തനമായിട്ട് നടന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ CDS ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബന്ധം തുടങ്ങി അടിയും പിടിയും ബഹളമായി. ഒരു ദിവസം രാത്രി വന്ന് തന്നെ ശരിക്കും ഉപദ്രവിച്ച് എൻ്റെ മോനുമൊക്കെ കയറി പിടിച്ച് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. അത് എവിടെ വെച്ച്? നിങ്ങളുടെ സ്ഥലത്ത് വെച്ച്? അവിടെ വെച്ച ഇതെല്ലാം നടക്കുന്നത്. ഇറങ്ങി ഓടി. അപ്പൊ അമ്മ നിലയം വിളിച്ചോണ്ട് രക്തം ഒഴുകുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് വന്ന്. അപ്പൊ എൻ്റെ അമ്മ അടിക്കാൻ ഓടിച്ച്. അങ്ങനെ അച്ഛൻ കയറി പിടിച്ച്, നീ എന്തോടെ കാണിക്കുന്നതെന്നും പറഞ്ഞ്. എന്തായാലും അച്ഛൻ പിടിച്ചപ്പോഴത്തേക്ക് അങ്ങ് നിന്ന്. പ്രശ്നം അങ്ങനെ അങ്ങ് തീർന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി ഏതെങ്കിലും വീട്ടിന് വെളിയിലാവും. മാറ്റാന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ കല്യാണം കഴിക്കാൻ ബസ്സിൽ കിളിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന ആളാ. മീനാടാണ് ബസ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ വണ്ടി കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു വരും ഞങ്ങളെ വീട്ടിൽ. ഞങ്ങൾ സെപ്പറേറ്റാ താമസിക്കുന്ന. എന്റെ സ്വർണം വിറ്റ് എന്നെ കല്യാണം കഴിച്ചോണ്ടിരുന്നതിന്റെ അന്ന് രാത്രി അതിന്റെ ഒരു ലോക്കറ്റ് ഊരി ഒരു പണയം വെച്ച്. അപ്പൊ ഞാൻ പിന്നെ മാമന്മാരൊക്കെ അവര് മെത്തയും കണ്ട് മേടിച്ച പൈസ കൊടുത്ത് തീർന്നില്ല എന്നും പറഞ്ഞു മേടിച്ച് പണയം വെച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും ചോദിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. അപ്പോഴത്തേക്ക് ഇവരെ മൂത്ത ചേട്ടത്തി നമുക്കുള്ള ഒരു ചേച്ചിയാ, ഗിരിജ എന്നാണ് പേര്. ചേട്ടത്തി ഇടവാലുള്ളതാ. ഇടവാല് എന്റെ ഒരു അമ്മയുടെ മൂത്തമ്മയുടെ മോളിരുന്ന് തയ്ക്കുന്നുണ്ട്. അവരെടുത്ത് പറഞ്ഞ് സ്വർണ്ണം എല്ലാം മേടിച്ചുകൊണ്ട് പോയി സൂക്ഷിച്ചോളാൻ പറ, അവിടെ ഓരോന്നെടുത്ത് വിറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ വന്ന് സ്വർണം മേടിച്ചോണ്ട് വന്ന് അവരൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. എനിക്ക് 5 സെന്റ് പുരയിടവും ഒരു വീടും വാങ്ങിത്തന്നു എന്റെ അച്ഛനും അമ്മ. ആ സ്വർണം വിറ്റ പൈസക്ക് വിറ്റ്. അപ്പോഴത്തേക്ക് 3 മാസമേ അയാളെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴത്തെ നമ്മള് തന്നെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. നമ്മളെ വീടിന്റെ ഫ്രണ്ടിലാ. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾ വണ്ടിയിൽ പോക്ക് നിർത്തി. പിന്നെ മണ്ണ് വരാൻ പോകാൻ തുടങ്ങി. അപ്പം വള്ളം മേടിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി.
ഈ മണലൂറ്റ് നിയമപരമായിട്ട് ചെയ്യാന്നോ അതോ അല്ല, കള്ളക്കടത്തായിരുന്നു. കള്ളക്കടത്തായിരുന്നു. ആ ആ ആ ആ. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വള്ളം വാങ്ങണമെന്ന് പറഞ്ഞ് ബഹളമായി. വള്ളത്തിന് വേണ്ടി വസ്തു നമ്മളെ പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും പേർക്കാ വസ്തു ഇരിക്കുന്ന. എന്നെയും കൊണ്ടുപോയി അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് 25,000 രൂപ എടുത്തത്. എന്നിട്ട് വള്ളം വാങ്ങാൻ പറ്റിയില്ല, കൊണ്ടുവന്ന് വീട് വൃത്തിയാക്കി കറണ്ട് ഒക്കെ എടുത്ത്. അതിനുശേഷം ഇത് പൈസ അടച്ചില്ല. ജപ്തി നോട്ടീസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മ എൻ്റെ പെരേടം ജപ്തി ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് വിറ്റ് കടം തീർക്കണം. അങ്ങനെ അമ്മ എവിടെന്നാ പോയി പലിശ കൂടിയ പലിശയ്ക്ക് എനിക്ക് 8,000 രൂപ എടുത്തുകൊണ്ട് തന്ന് കൊണ്ടടച്ച് പലിശ തീർത്തിട്ട് പുതുക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പലിശ തീർത്ത് പുതുക്കി വെച്ചിട്ടും ഇദ്ദേഹം അടച്ചില്ല. അടുത്ത നോട്ടീസും വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി വസ്തു കയ്യിൽ നിന്ന് പോകുമെന്ന്. അത് ഞാൻ വസ്തു 80,000 രൂപയ്ക്ക് ചന്നപ്പൊട്ടൽ ഒരാളിനാണ് വിറ്റത്. ഞങ്ങൾ രണ്ടിനും കൂടി ചേർന്നാ വിറ്റത്. വസ്തു ബാങ്കിൽ നിന്ന് ഇന്ന് എടുക്കുന്നെങ്കിൽ നാളെ വസ്തു അയാൾക്ക് എഴുതി കൊടുക്കുന്നു. അങ്ങനെ ചെയ്തതാ. അല്ല എന്റെ ഇവര് പറയുന്നത് എന്റെ വീട്ടുകാർ കൊണ്ടുപോയി, എന്റെ വീട്ടുകാർ തിന്നിട്ടില്ല. സത്യമായത്. അതില് ബാലൻസ് വസ്തു ഇപ്പോഴും ഞങ്ങളെ പേർക്കവിടെ വസ്തു വഴിക്ക് കിടപ്പുണ്ട്. നമ്മളെ വീട്ടിലോട്ട് കയറി പോണേന് 1.5 സെന്റോളം ഉള്ളത് 1/2 സെന്റ് പൊതു വഴിക്ക് ഞാൻ വിട്ടുകൊടുത്തു. 1 സെന്റ് ഞങ്ങൾക്കുമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ 1/2 സെന്റ് അച്ഛൻ പൈസ തന്നതാണ്. അരയ്ക്കാൽ അച്ഛൻ പൈസ മേടിച്ചതാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ 2 പേർക്കാണ് കിടക്കുന്നത്. അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാൽ എന്നെ വേണ്ട എന്ന് പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനെ 2 വള്ളത്തിൽ ചവിട്ടി നിൽക്കണ്ട, എനിക്കത് സഹിക്കത്തില്ല. ഏതെങ്കിലും ഒന്നില് നിങ്ങൾ തീരുമാനം എടുക്കണം. ആ സ്ത്രീക്ക് ഭർത്താവ് ഉള്ളവളാണ്. അങ്ങനെ ഇവളെ പോയി പിടിച്ച് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവളെ അമ്മ കല്യാണം കഴിച്ചല്ലേ ഇവളെ പ്രസവിച്ചത്. ആ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് കോഴിക്കോട്ടം കണ്ടേ താമസിക്കുന്ന. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവിടെയാണോ ബഹളം ഉണ്ടാക്കി? അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഇവളെ ഭർത്താവ് എന്തോ ഇങ്ങനെ വിട്ടാക്കുവാന്നോ എന്നും പറഞ്ഞു ഇദ്ദേഹം വാരിക്കെട്ടി എല്ലാം പാക്ക് ചെയ്ത്. ഇത് ഭർത്താവുണ്ട്, ശശി എന്നാണ് ഭർത്താവിന്റെ പേര്. അവിടെ പോയി നിങ്ങൾ വഴക്കുണ്ടാക്കി. എനിക്ക് ഇവിടെ പേരൊന്നും അറിഞ്ഞൂടാ മേഡം, കണ്ട് പരിചയമേ ഉള്ളു. അപ്പം പറഞ്ഞു ചേച്ചി, അപ്പൊ അവിടെ നിന്ന് കൊച്ചാൻ ചേച്ചി ചിറ്റപ്പൻ ഇവിടെ ഇല്ല, ചിറ്റപ്പന്റെ അടുത്ത് പരാതി പറയാൻ വന്നതാണെങ്കിൽ ചിറ്റപ്പൻ ഇവിടെ ഇല്ല, കുഞ്ഞമ്മ ഇവിടെ അണ്ടി ഓഫീസിൽ പോയിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് അണ്ടി ഓഫീസിൽ? അപ്പൊ ഇടയാടി അത് വേറെ സ്ഥലം പറഞ്ഞു. അണ്ടി ഓഫീസ് എനിക്ക് അറിയാൻ ഞാൻ അവിടെ പോയപ്പോ അവിടെ ഇല്ല ആള്. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവ് ജോലിക്ക് വന്നിട്ടുണ്ടോ എന്ന് തിരക്കി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഭർത്താവ് വാരി കെട്ടി ഞാൻ പിടിക്കുമെന്നുണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അമ്മയുടെ വീട്ടിലായി. സ്ത്രീ സർവം സഹയാണ്, ഭൂമിയോളം ക്ഷമിക്കേണ്ടവളാണ്. ഇത്തരം വിശ്വാസങ്ങൾ തന്നെയായിരുന്നു റെജി എന്ന സാധാരണ കുടുംബിനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ഭർത്താവിനോടൊപ്പം കഴിയുമ്പോൾ അയാൾ നൽകിയ പീഡനങ്ങളൊന്നും റെജി പുറം ലോകത്തെ അറിയിക്കാതെയിരുന്നു. നിരന്തരമായി പീഡിപ്പിക്കുന്ന ഭർത്താവ്, തലനാരിഴയ്ക്ക് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ അവസരങ്ങൾ, വധശ്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ റെജി മനസ്സിൽ ഒളിപ്പിച്ചത് അദ്ദേഹത്തെ സ്വന്തം ഭർത്താവിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും ബഹുമാനിച്ചിട്ടുമൊക്കെയായിരുന്നു. പക്ഷേ അത്രമാത്രം സഹനശക്തിയുള്ള റെജി എന്ന സ്ത്രീ മറ്റൊരു തലത്തിലേക്ക് മാറിയത് ഭർത്താവിന്റെ ജീവിതത്തിൽ വേറെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിലെ സഹനശക്തിയും കണ്ണീരുമെല്ലാം മാറി റെജി അപ്പോൾ സ്വന്തം ജീവിതത്തിന്റെ മറ്റൊരു മുഖം തിരിച്ചറിയുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രശ്നമൊക്കെ ആയി ഇവര് വാരിക്കെട്ടി അങ്ങ് പോയി. ഇവള് കോഴിക്കോട്ടും പോയി. അപ്പൊ അവള് കോഴിക്കോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കുറച്ചേ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല, ഇത് ശരിയാവൂല, എനിക്ക് ബന്ധം ഒഴിഞ്ഞു തരണം, ഇത് ശരിയാവില്ല. അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇവള് പോയെന്ന്. ഞാൻ തിരക്കപ്പെടുത്തി ഇവള് നാട്ടിലില്ല, ഇവള് പോയെന്ന് പറഞ്ഞു. അപ്പൊ സുമതി എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ളേരെ കയ്യിൽ നിന്ന് ഇവളെ നമ്പർ മേടിച്ചു കോഴിക്കോട്ട്. എന്നിട്ട് ഇദ്ദേഹം വിളി തുടങ്ങി. അപ്പൊ ഇദ്ദേഹം അങ്ങ് മൊബൈൽ അവിടെ വെച്ചിട്ട് പോയപ്പോൾ ആ നമ്പർ ഞാൻ എടുത്ത് ഇവളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവള് പറഞ്ഞ് ഒരിക്കലും റെജി ഞാനിങ്ങി നാട്ടിലേക്കില്ല, ഞാൻ ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനുമായിട്ട് അടുപ്പത്തിലായി, ഞങ്ങളെ കല്യാണം ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. അവളെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചവൻ പറഞ്ഞു ഒരിക്കലും ഇല്ല കുട്ടി, നിന്റെ ഭർത്താവിനെ ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടുത്തൂല, നിന്റെ മക്കളെ അച്ഛന് ഞാൻ ഒരിക്കലും എൻ്റെ മോക്ക് വിവാഹം കഴിച്ച് കൊടുക്കത്തൂല, അവളെ ഞാൻ വേറെ വിവാഹം കഴിക്കുകയുള്ളൂ. ഇവരെ വാക്ക് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു നീ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കാതെ അവർ വന്ന് അവൻ ഇനി സ്ഥിരമാവും. അപ്പൊ അങ്ങനെ ഞാൻ അമ്മയുടെ വാക്കനുസരിച്ച് അപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹം വീട്ടിൽ വരാതെ
ഓ. പിന്നെ ഇദ്ദേഹം വരാതെയായി. അപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചു പോയി. അന്വേഷിച്ച് ചെന്നപ്പോൾ അവരെ വീട്ടിലുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുന്നതും അവരെ വീട്ടിൽ കയറ്റത്തുമില്ല, ഞങ്ങൾ നിൽക്കുന്നതും ഇഷ്ടമല്ല. അവരെ വീട്ടുകാരും അങ്ങ് തടച്ച് വഴക്കായി. എന്നിട്ട് ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കാല് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തങ്ങി അന്ന്. എന്നിട്ട് ഇദ്ദേഹം അടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവള് നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച്. അപ്പോൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇന്നടുത്ത് വെച്ച് കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ കുടുംബം കലക്കാൻ പറയുന്നതാ. അവളെ അച്ഛൻ പറഞ്ഞില്ല, അവൾ ഇപ്പോഴും കോഴിക്കോട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ അത്രത്തോളം വിശ്വസിച്ചു. അപ്പോഴിവരെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരെ അമ്മ പറയും, അത് അവൻ ഇവിടെ ദൂരെ എവിടെയോ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പം കൊച്ചെൻ്റെ ഫോൺ എടുത്തിട്ട് മോക്ക് എപ്പോഴും അച്ഛനെ കാണണം. വിളിക്കുമ്പോഴത്തേക്ക് വീട്ടിന്റെ മുമ്പ് വരും. പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇവരെ അമ്മ പറയും ഇവരെ വീട്ടിലില്ല, ഇവരെ അമ്മയുടെ വീട്ടിലില്ല, ഇദ്ദേഹം അമ്മയുടെ വീട്ടിലില്ല. മറ്റേ ആ സ്ത്രീയുടെ ഭർത്താവ് എവിടെയുണ്ട്? ആ സ്ത്രീയുടെ ഭർത്താവ് ഇടയാടിയിലുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. ഇടയാടിയിലുണ്ട്. എന്റെ ഭർത്താവ് അവരുടെ അമ്മയുടെ വീട്ടിലില്ല. കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ അവർക്ക്? ഇപ്പോഴും കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഇപ്പോഴല്ല, ആ സമയത്ത് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന്, അപ്പൊ ഞാൻ പോലീസുമായിട്ട് ചെന്ന് അതിന് പോലീസിൽ പരാതി കൊടുത്ത് അങ്ങനെ ഇരുന്നപ്പം രാത്രി ഇദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ സ്ഥിര താമസമെന്ന് അറിഞ്ഞ് ഞാൻ തിരക്കി ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ല. രാത്രി എന്തായാലും അന്ന് ഞാൻ അന്ന് പകല് തിരക്കി പോകുമ്പോൾ ഞാനും മോനും കൂടെയാ പോണത്. എനിക്ക് സപ്പോർട്ട് വരാൻ എൻ്റെ സഹോദരങ്ങളൊന്നും രണ്ടുപേരും സ്ഥലത്തില്ല. ഒരാൾ ഡൽഹിയിൽ, ഒരാൾ ഗൾഫിലായിരുന്നു. അപ്പൊ ഞാനൊരു മോള, ഞാനാ തലമൂത്തത്. രണ്ടുപേരും എനിക്ക് ഇളയതാ എൻ്റെ ആങ്ങളമാര്. എൻ്റെ 21 വയസ്സിലാ കല്യാണം. പൊരുത്തക്കേടുകളുണ്ടെങ്കിലും റജിയുടെയും പ്രമോദ് കുമാറിന്റെയും ജീവിതം ഏറ്റവും അസഹനീയമായത് അവരുടെ ഇടയിലേക്ക് സുനിത എന്ന മറ്റൊരു സ്ത്രീയുടെ പ്രവേശനത്തോടുകൂടിയായിരുന്നു. സുനിത വിവാഹിതയായിരുന്നു, ഭർത്താവിന്റെ ഒപ്പം 7 വർഷത്തോളം ജീവിച്ചിരുന്നവളുമായിരുന്നു. പക്ഷേ ഈ 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ സുനിതയ്ക്കൊരിക്കലും ഒരു കുട്ടിയുടെ അമ്മയാകുവാൻ കഴിഞ്ഞിരുന്നില്ല. ചികിത്സകൾ ചെയ്തിട്ടും ഭർത്താവിന്റെ ഭാഗത്തു നിന്നായിരിക്കാം തെറ്റ് എന്ന് മനസ്സിലാക്കി സുനിത തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, അതായത് ഒരു കുഞ്ഞിന്റെ അമ്മയാവുക എന്നുള്ളത്, ആ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രമോദ് കുമാറിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചില ചേർത്ത് വയ്ക്കലുകൾ ജീവിതത്തിൽ പിന്നെയും ഒരുപാട് താളപ്പിഴകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കേട്ടിട്ടില്ലേ, വേർപാട് നോവല്ല, വേറൊടുത്തുടുങ്ങലാണെന്ന്. അല്ല, ഈ ഭർത്താവ്, അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? അയാള് പോയി താലി ഉരി മേടിച്ചുകൊണ്ട് പോയി, അല്ലാതെ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞില്ല. ഇതിനകത്ത് ഇതെല്ലാം ഞാൻ പോയി കണ്ടുപിടിച്ച് പോലീസുമായിട്ട് ചെല്ലുമ്പോ നിങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ ഇല്ല അതിനുശേഷമാണ്. അതിനുശേഷം അതുവരെ അയാൾ അറിഞ്ഞിട്ടില്ല സംഗതികളോ അറിഞ്ഞിട്ടില്ല. ഈ അദ്ദേഹം കെട്ടിയ താലിയിലെ ബലത്തില് ഇവര് രണ്ടുപേരും നടത്തും. അപ്പൊ നിങ്ങൾ പോയതിനു ശേഷമാണ് ഈ മനുഷ്യൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പോലീസുമായിട്ട് ചെന്നു. അപ്പൊ എനിക്ക് കൂട്ടുവരാൻ ആരുമില്ല. അപ്പൊ അതിനപ്പുറത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ത് 100% ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് 100% ഉറപ്പായി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കൂട്ട് വേണ്ടേ, പോലീസുകാരോട്ടല്ലേ മേഡം പോണം. അപ്പൊ ഈ കൊച്ചിനെ വിളിച്ച്, കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചു തന്നെയാണ്, എന്റെ മോന്റെ 1-2 വയസ്സിന്റെ മൂപ്പേ ആ കൊച്ചിനുള്ളൂ. പക്ഷെ ഇപ്പം കണ്ടാവും വലുതാ. അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, നമുക്ക് പോവാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെ പോകാൻ വിളിച്ചാലും അവന്റെ പെങ്ങന്മാരും വരും, ആ കൊച്ചും വരും. അങ്ങനെ അവൻ വന്ന്. അപ്പൊ ഞങ്ങളും പോലീസും ഈ കൊച്ചും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ എന്റെ ഭർത്താവിന്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇതാണ് ഞങ്ങൾ കണ്ടത്. ആ സ്ത്രീയുടെ ഭർത്താവ് ഇടയാടിയിലുള്ളതല്ലേ മേഡം. അദ്ദേഹത്തിന് വീടുണ്ട്, 10 സെന്റ് ഉണ്ട്. അത് ഇവളെ പേർക്ക് എഴുതി വെച്ചിട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. 2ാം കല്യാണമാണ് അയാളെ. അയാൾക്ക് ഇല്ല. ഇവള് കോഴിക്കോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാളോട്ട് ബന്ധപ്പെട്ടിട്ടില്ല. മുമ്പേ മാറിയോ? ഇവള് കളഞ്ഞിട്ട് പോയി അയാളെ. പിന്നെ ചെന്ന് ഇവിടെ കോഴിക്കോട്ടായിരുന്നപ്പോഴും ചെന്നു. ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് ഓടിയ വീടെന്ന് പറഞ്ഞത് ഈ സ്ത്രീയുടെ വീട്. ഈ സ്ത്രീ അവരുടെ കുടുംബ വീട്, അവളെ കുടുംബ വീട്. അവരുടെ ഈ പെണ്ണിന്റെ അമ്മയും കാര്യങ്ങളും, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഒരു അപ്പൂപ്പനും ഉണ്ട്. അവർക്കൊന്നും ഇത് പ്രശ്നമല്ല. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ പകലവിടെ ചെന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പ എന്റെ ഭർത്താവാണ്, എനിക്ക് 2 മക്കളുണ്ട്, ഞങ്ങൾ എന്തൊരു വേണം കുഞ്ഞെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മളെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് മേഡം. രാത്രികാലം ആകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ എവിടെയാ പോയാലും ഞാൻ ചോദ്യം ചെയ്യും. എനിക്കിത് അറിയാവുന്നുണ്ട്. അത് ഞാൻ ഉത്സവം കാണാൻ പോവാന്ന്. എന്നിട്ട് നേരം വെളുക്കുമ്പം കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ടാ വരുന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഞാൻ കേസ് കൊടുക്കാൻ ഒരുങ്ങി എല്ലാം റെഡിയാക്കി ഇവിടെ പേട്ടയിലുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് സാറിൻ്റെ അടുത്ത് വന്ന് എല്ലാം കൊടുത്ത്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വീട്ടിൽ വന്ന് കാല് പിടിച്ച് കരഞ്ഞ്, ഞാൻ ഇനി അങ്ങനെ ഒരു ബന്ധത്തിൽ പോകത്തില്ല രഞ്ജി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കാം, നിന്റെ വീട്ടിൽ ജീവിക്കില്ല, നമുക്ക് അവിടെ വീടുണ്ടല്ലോ അവിടെ വന്ന് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. എന്തിനു വേണ്ടിയാ കേസ് കൊടുത്തത്? ബന്ധം ഒഴിയാനാ. ബന്ധം ഒഴിയാൻ. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഉപദ്രവമാ. എൻ്റെ കണ്ണിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു അടയാളം, എൻ്റെ കണ്ണിൻ്റെ കണ്ട് ഇടിച്ചത്. എൻ്റെ കുഞ്ഞ് ഇദ്ദേഹം ഇതുപോലൊക്കെ പിണങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അവിടെ നമ്മളവിടെ ബാബുജി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടെ LKG-യിലാക്കിയാക്കി നല്ലതുപോലെ പഠിക്കും. അപ്പോഴും ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് വരുമ്പോൾ ഇദ്ദേഹം ഇവക്ക് ഫോൺ ചെയ്യുക, കോഴിക്കോട്ട് നിൽക്കി നോക്ക്. അപ്പം ഞാനിങ്ങനെ നോക്കി അങ്ങ് പോയപ്പോൾ, എന്ത് നോക്കുന്ന, എന്തടി നോക്കുന്ന, നീ മിണ്ടാതെ പോണേ എന്ത്? അപ്പം ഞാൻ തിരിച്ചു വന്നു. കൊച്ചിന് ഫീസ് കൊടുത്തില്ല, അവരെന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അടുത്ത് ഫീസ് ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ ഉടുപ്പി പിടിച്ചിട്ട് അറിഞ്ഞേ, എവിടെ വെച്ച് എനിക്ക് പിടിച്ചു നിർത്താനുള്ള ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞു. അങ്ങനെ 2 കൈക്ക് ഇടിച്ചിട്ട് വന്ന് ഞാൻ ബോധം കെട്ട് അവിടെ വീണ്. പക്ഷെ കണ്ണിൻ്റെ ഇവിടെയാണ് പൊട്ടിയത്. വർക്കല പോയാൽ ഞാൻ മരുന്ന് വെച്ചത്, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പോയി മരുന്നൊക്കെ വെച്ച്. ഈ ഉപദ്രവിച്ചതിന് നിങ്ങളുടെ ഗാർഹിക പീഡനമായിട്ട് വല്ല കേസും കൊടുത്തായിരുന്നു? കൊടുക്കാനേ എൻ്റെ സാമ്പത്തികം ഇല്ല മേഡം. പോലീസ് സ്റ്റേഷനിലെങ്കിലും പരാതി? പോലീസ് സ്റ്റേഷനിൽ കൊടുത്തില്ല, ആശുപത്രിയിൽ എഴുതിയതേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയില്ല. ഞാൻ ക്ഷമിച്ചു കുറേയൊക്കെ. ഗാർഹിക പീഡനത്തിനൊന്നും കേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കുടുംബ കോടതിയിൽ ബന്ധം ഏർപ്പെടുത്താൻ കേസ് കൊടുത്തോ? കൊടുത്തില്ല, എല്ലാം തയ്യാറാക്കിയതേ ഉള്ളൂ. ഏത് ആശുപത്രിയിലാ പോയത്? വർക്കല ഗവൺമെന്റ് ആശുപത്രിയിൽ. അവിടുത്തെ കേസ് ഡയറിയിൽ എഴുതി വെച്ചതാണ്. പരുക്ക് എങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞ്? അടി കൊണ്ടതാന്ന് പറഞ്ഞു. ആരടിച്ചതാന്ന് പറഞ്ഞു? ഭർത്താവ്. ഉപദ്രവത്തിൽ നിന്നാ പരിക്കേറ്റെന്ന് വെച്ചാല് it is the duty of the police to inform the പിന്നെ ഇപ്പോഴും doctor. It is the duty of the doctor to inform the police. 2 വർഷമായി എന്നെ വന്ന് വിളിച്ച് ഞാനിങ്ങനെ നെടുങ്ങോലത്ത് താമസത്തിന് വന്ന്. അതിലൊരു 6 മാസം മാഡം എന്നെ എൻ്റെ കൊച്ചിനെയും പട്ടിണിയില്ലാതെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അനുഭവിക്കാൻ ദുഃഖമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഓണത്തിന് ഞങ്ങളെ കൂടെ നിന്നിട്ട് ചതയാഘോഷത്തിന് ഓണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചതയാഘോഷം ഇത്തവണ മുമ്പേ ഇരുന്നല്ലേ, എങ്കിൽ ഞാനൊന്ന് കറങ്ങിയിട്ട് വരട്ടെന്നും പറഞ്ഞ് പോയ മനുഷ്യനെ കണ്ടില്ല. ഉച്ച കഴിഞ്ഞിട്ടും കണ്ടില്ല. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴവളെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പാഞ്ഞിങ്ങനെ വന്നിട്ട് മൊബൈലുണ്ടെന്ന് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം അവരെ വീട്ടിൽ പോയി. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ നമ്പർ വിളിച്ചപ്പോൾ ഇവിടെ എടുത്ത പോലെ അണ്ണനങ്ങ് വീട്ടിൽ എത്തിയോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് അത് പറയുന്നത് തെറ്റുണ്ടോയെന്ന് വെച്ചാൽ മേഡം എനിക്ക് അറിഞ്ഞൂടാ. ശാരീരികമായി ലൈംഗിക വീഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരിത് എൻ്റെ ഭർത്താവിൻ്റെ ഈ സൈഡിൽ പറ്റിയിരുന്നു. അപ്പം ഞാൻ വിളിക്കുന്ന സമയത്തെങ്ങണ്ട ഒരു ലൈംഗികമായി ബന്ധപ്പെട്ടിരുന്ന സമയത്തങ്ങനെ ഞാൻ വിളിച്ച പിടച്ചടിച്ച് ഓടി വന്നു. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി. അപ്പോൾ ഇത്ര കനമുള്ള ഒരു കമ്പിക്ക് എൻ്റെ ഈ കാലിലടിച്ചു. ഇത്രയൊക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഒന്നും ഇത് ചെയ്തിട്ടില്ലാത്തതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടോ അതിന്? ഞാൻ ഒറ്റപ്പെട്ടു പോയില്ല, എനിക്കൊരു സഹായത്തിന് ആരും ഇല്ലാതായിപ്പോയി. അത് പോലീസിൽ പരാതി കൊടുക്കുന്നതിന് എന്തിനാ സഹായം? അറിഞ്ഞൂടാ മേഡം ഇവർക്കൊന്നും. പോലീസിൽ അവരൊന്ന് കാല് പിടിച്ച് കരയുമ്പം പിന്നെ അങ്ങനെ ആയിപ്പോവും. ഇത്രയും പീഡനങ്ങൾ ഓൾറെഡി അനുഭവിക്കുന്നുണ്ട്. ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസിനെ അറിയിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് മിക്ക ദിവസവും മൊബൈൽ എടുത്ത് വെച്ച് എന്താ ഇങ്ങനെ കാണും. ഇങ്ങനെ ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോ ഇവരെ തങ്ങളിലുള്ളത്. ഇത് കണ്ടാടി, നിന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, കൊച്ചു വലുതായി വരുക. ഇവിടെ ചെയ്യുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഇംഗ്ലീഷുകാർ കാണിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പന്ന സ്ത്രീ അല്ല, ഞാൻ കുടുംബത്തിൽ പറഞ്ഞതാ, എനിക്കത് കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് സുഖമില്ലാതായി മുറുക്കാൻ ചവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു മുറുക്കാൻ ചവയ്ക്കല്ലേ അസുഖം വരും. അത് അവള് പറഞ്ഞ് ബീഡി വലി കുറച്ചിട്ട് മുറുക്കാൻ ചവയ്ക്കാൻ, അവളും ചവയ്ക്കാന്ന് പറഞ്ഞു.
ഞാനത് കളഞ്ഞു. ഇയാള് നേരെ ആവട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത്രയും സഹിച്ചത്. പക്ഷെ ഇയാള് നേരെ ആവൂല മാഡം, ഇയാള് നന്നാവൂല. ജീവിതം പോയി, എന്റെ കുടുംബവും തകർന്നു. എന്റെ ഭർത്താവിന്റെ തീരുമാനം ആദ്യം ഞാൻ പറയുന്ന ഇതാ, എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയണം എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ മാഡം ഞാൻ കിടന്ന് പിടിക്കുന്ന? എന്റെ വീട്ടുകാരെന്ന സാധനവും തന്ന്, എന്റെ കുഞ്ഞിനെ കെട്ടിക്കാനുള്ള സാധനവും തന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. ഇവരമ്മയുടെ വായിരിക്കുന്ന ചീത്തകളെല്ലാം കേട്ട് എന്റെ മക്കള്, എന്റെ ചേട്ടന്മാർക്ക് ജനിച്ചതാന്ന് പറയുന്നത്. 2 മക്കളും. എന്റെ മോനെ കണ്ടാ പറയത്തില്ല. റജി കേസ് കൊടുത്തില്ലയോ? എല്ലാം ഒരുങ്ങിയതല്ലേ മാഡം? കൊടുത്തില്ല. ഒരുങ്ങിയതേ ഉള്ളൂ, പിറ്റേന്നാള് വരുമ്പോ ഇവരുടെ കൂടെ പോകും. കൊടുക്കാനെല്ലാം കൊണ്ട് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീയായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ കേസ് കൊടുത്തില്ല. ഇദ്ദേഹം വിളിച്ച് എന്റെ കൂടെ ഉള്ളവർ എന്നെ തിരക്കാരും. അപ്പൊ അവര് എന്നെക്കാട്ടി ജീവിതം അറിയാവുന്നോണ്ടാണല്ലേ പറയുന്ന, ഒരു വട്ടം കൂടെ പരീക്ഷിക്കാം എന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഞാൻ വീട്ടിൽ നിന്ന് വാരിക്കെട്ടി വന്ന് ഇപ്പുറം ഇവിടെ വന്നും പോയി. ഞാൻ ഇനി പട്ടിണി കിടക്കാൻ ഇല്ല, ഇനി ഞങ്ങളിൽ മുതലില്ല. അവിടെ ജയിച്ചില്ല, ഇനിയപ്പം കേസ് കൊടുത്താലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ബന്ധം മേഡം അവിടെ കൊച്ചിന് ഓണമായിട്ട് ഇവര് ഒന്നും തരത്തില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകും, അതിന്റെ പൈസ കിട്ടിയാലേ ഓണം കൊള്ളാക്കും. അപ്പൊ ഞാൻ മെമ്പറിനെ എപ്പോഴും ശല്യം ചെയ്യും, സാറേ ഞങ്ങൾക്ക് പൈസ വേണം, ഓണം കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിന് വിശന്ന് വയ്യ. അപ്പൊ ഞാനും എന്റെ ഭർത്താവും കൂടി ഇവരെ അച്ഛൻ അളന്ന് 3 സെന്റ് തന്നെടുത്ത് തടി വെച്ച്, മരത്തടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ഞങ്ങൾ വിശന്നിരിക്കുന്ന, മരത്തടി കിടക്കയല്ലേ. ഞാൻ എന്റെ കൊച്ചിനെ പുഴുങ്ങി കൊടുക്കാമെന്ന് അതിൽ നിന്ന് 2 മണ്ണ് മാറ്റി 2 ചീനി എടുത്ത് പുഴുങ്ങി കൊടുത്തതിന് ഇനി അവിടെ ഉണ്ടാകാൻ വിപ്ലവം ഒന്നും ഇല്ല മാഡം. അമ്മാവൻ പറയാ വെട്ടി ഇറാവളാ, അല്ലെങ്കിൽ അവളെ പിടിച്ചില്ല റോഡിൽ കൊണ്ട് നിർത്തടാ. നമുക്ക് പ്രമോദ് വന്നിട്ടുണ്ട്. അല്ല, റജി പറഞ്ഞു, റജി കുറെ കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് നല്ല മനുഷ്യൻ, നന്നായിട്ട് സ്നേഹിക്കുന്നയാള്, എല്ലാ കാര്യങ്ങളും നോക്കി നന്നായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ ഇടയ്ക്ക് സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് അടുപ്പമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. ഒന്നുമില്ല, അവളായിട്ട് തന്നെ എന്നെ വേണ്ടെന്ന് പറഞ്ഞതും. ആരെ വേണ്ടെന്ന് പറഞ്ഞേ? രജി. ആരെ വേണ്ടെന്ന് പറഞ്ഞു? എന്നെ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? കാരണം ഞാൻ നൈറ്റിൽ മണ്ണ് വരാൻ പോണമെന്നാണ്. അപ്പം ഞാൻ നൈറ്റിലാണ് ജോലിയും കഴിഞ്ഞ് വരുന്നത്. അപ്പം ഞാൻ ഈ പണിയും കഴിഞ്ഞ് വരുന്നവർക്ക് ഇപ്പം എൻ്റെ അടുത്ത് വേറെ ഒരാൾ സഹകരിച്ചാൽ, മിണ്ടിയാൽ അവിടെ പറയുന്ന വേറെ രീതിയാണ്, മോശമായിട്ട് പറയും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് മിണ്ടിയാലും പറയും നീയാണ് അവന് കൂട്ടി കൊടുക്കുന്നതെന്ന് പറയും. മറ്റ് പല സ്ത്രീകളെ കുറിച്ച് ഒരു മോശമായിട്ട് പറയുന്നുണ്ടോ? പറയുന്നു. അങ്ങനെയാണോ? സ്വന്തം അമ്മ. ഞാൻ ഓരോ സ്ത്രീകൾ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ എന്റെ കണ്ണി കണ്ടതിന് ശേഷമാണ് ഞാൻ വിശ്വസിച്ചത്. ഇദ്ദേഹം ആ സ്ത്രീയെ കൊണ്ട് ബൈക്കിൽ പോണത് എന്റെ അയലത്തുള്ള ഒരാൾ കണ്ടിട്ട് പറഞ്ഞു നീയല്ലേ അവൻ്റെ കൂടെ ബൈക്കിൽ പോയാ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെങ്ങും പോയില്ല മാമ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന സ്ത്രീ ആയിരിക്കും, ഇതൊരു കഥ ഇവിടെ വരുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കണക്ക് ഇദ്ദേഹത്തിന് യാതൊരുവിധ സംശയങ്ങളും എനിക്ക് ഇല്ലായിരുന്നു മാഡം. എന്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്ക്, എന്നെ പറ്റി പറയാം, ഒരു സംശയവും ഇല്ലായിരുന്നു. എന്താണ് അങ്ങനെയാണുള്ളത്. ഇവർക്ക് സംശയമാണല്ലോ, ഇവർക്ക് മാനസികമായിട്ടൊരു തകരാറാണ്. അമ്മയ്ക്കും തകരാറാണ്. എന്ന് വെച്ചാൽ അവര് ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നത് അവരുടെ മാനസികമായ തകരാറ് കൊണ്ടാണോ നിങ്ങളുടെ തകരാറ് കൊണ്ടോ? എന്തിനാ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നത്? അവരെ അടിച്ചിട്ട് അവരുടെ കണ്ണിന് കാര്യമായിട്ടുള്ള കുഴപ്പം സംഭവിച്ചത് ആരുടെ തകരാറ് കൊണ്ടാണ്? നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ തകരാറ് നിങ്ങൾക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ നിങ്ങളെന്നും പറഞ്ഞ് ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതാന്തം അവളുടെ പരമ്പര പിന്നെ ആ ഭർത്താവുമായിട്ട് മാത്രമാണ്. എൻ്റെ ദൈവം, ഒരു സ്ത്രീയുടെ മാനവും സ്വത്തും ജീവന്റെയും സംരക്ഷകനാണ് ഭർത്താവ്. അവളുടെ അഭിമാനത്തിൻ്റെയും അവളുടെ സ്വത്തിൻ്റെയും അവളുടെ സ്വത്തെന്ന് പറയുമ്പോൾ എല്ലാം വരും. അതാണ് ഒരു ഭർത്താവ്. അത് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമുക്ക് ജയിക്കാൻ വേണ്ടി പറയാം
കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ അവൾ ഇങ്ങനെ പോകുന്നു, അവൾ അങ്ങനെ പോകുന്നു, അവൾ അങ്ങനത്തവളാ ഇങ്ങനത്തവളാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് വിചാരിക്കുമ്പം ആണെന്ന് പറഞ്ഞ അവൻ്റെ മീശ എന്തിനു പിന്നെ വെച്ചേക്കുന്നു? അവിഹിതമായിട്ട് വല്ലതും വെച്ച് കിടത്താണെങ്കിൽ കല്യാണം കഴിക്കണ്ട. ഇവിടെ ഒരു ബന്ധം, അവിടെ ഒരു ബന്ധം, പോകുന്നിടത്തരണം വരുന്നിടത്തരണം. പെണ്ണുങ്ങളും ഇങ്ങനെ ഇറങ്ങി നടക്കുക, ഇങ്ങനെ ഭർത്താവും ഉണ്ട് കൊച്ചുങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന നടക്കുക. അങ്ങനെ ശരിയാണോ അത്? അപ്പൊ ഒരു ആ സ്ത്രീയുടെ കണ്ണ് താ പൊട്ടിയിട്ട് ആ ഡോക്ടർ ഇൻഫോം ചെയ്തില്ല എന്നുള്ളത് പാനൽ ഇപ്പൊ പറഞ്ഞു തെറ്റാണ്. കാരണം ആ ഡോക്ടർ ഇൻഫോം ചെയ്യണമായിരുന്നു. ഭർത്താവ് അടിച്ചിട്ടാണ് കണ്ണിനിങ്ങനെ അപകടം പറ്റിയത് എന്നുള്ളത് ഇൻഫോം ചെയ്യണമായിരുന്നു. ആ രീതിയിലൊക്കെ നിങ്ങളുടെ നാട്ടുകാരൊക്കെ കണ്ടിരിക്കുന്നു, ആ സ്ത്രീയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നു. ആരും കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ മൊബൈൽ, ഈ വൃത്തികെട്ട മൊബൈൽ ആ സ്ത്രീയെ കാണിച്ച് ശരിയാണോ? അത് തെറ്റാണ്. ഞാൻ കാണിച്ചതൊന്നുമില്ല. പിന്നെ അത് ഇവര് ഉണ്ടാക്കി പറയുന്നതാണ്. ഞാൻ ആരെയും കാണിക്കാനൊന്നും ഉണ്ടാക്കി പറയൂ അങ്ങനെ? നിങ്ങളതിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഇതിപ്പോ നിങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സർവ്വ സാധനങ്ങളും അതിന്റെ ടെസ്റ്റും അതിന്റെ കാര്യങ്ങൾക്കായിട്ട് പോയി കഴിയുമ്പോൾ ഇതൊക്കെ വെളിയിൽ വരും. കള്ളം പറയരുത് ഇവിടെ. ഇല്ല ഇല്ല, ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കണം. പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോന്ന്? എനിക്ക് ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടില്ല? നിങ്ങളുടെ ഉണ്ടായിരുന്നോ അത്? എന്റെ ഉണ്ടായിരുന്നാന്ന് എനിക്കറിയില്ല. മൊബൈലിനകത്തില്ലായിരുന്നു. മൊബൈലിലില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ വർഷം. പിന്നെ ആർക്കറിയാവുന്നേ? എനിക്കറിയില്ല, എന്റെ ഇല്ലായിരുന്നു, മൊബൈലിലില്ലായിരുന്നു. മൊബൈലില്ലായിരുന്നു. സംഭവിച്ചത് സംഭവിച്ചു, പക്ഷെ അത് മൊബൈലിൽ വന്നത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം. അപ്പൊ നിങ്ങൾ അറിയാതെ ആരെങ്കിലും എടുത്തായിരിക്കും ചിലപ്പം നിങ്ങളുടെ മൊബൈലിൽ. അതായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അറിയാതെ മൊബൈലിൽ ആ സ്ത്രീയായിട്ടുള്ള ബന്ധമൊക്കെ ഏതോ ഒരുത്തരെടുത്ത് അവരെ കാണിച്ചതായിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ആളാരെന്നുള്ള ഇവര് പറയുന്നില്ല, അതായിരിക്കും ചിലപ്പോ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്റെ മൊബൈലിനകത്ത് ഇതില്ലായിരുന്നു, മെമ്മറി കാർഡ് ഇല്ലായിരുന്നു. ആ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നത് ആ സ്ത്രീയുടെ ഒരു കുടുംബം ഇവിടെ അനാഥമാക്കി. ഇവള് പോയി അവിടെ സംസാരിച്ച് അങ്ങനെയായിട്ട് ബന്ധമായി അനാഥമാക്കിക്കൊണ്ടാണ് ഞാൻ ആ പെണ്ണ് എടുത്തത്. പെണ്ണ് ഞങ്ങൾ എടുത്തു. ആ ശരി. ഇവരെന്തോ പോയി സംസാരിച്ചു? അവിടെ പോയി അനാവശ്യം പറഞ്ഞു. ഞാനായിട്ട് അതെന്നോ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെറുതെ ഒരു ഭാര്യ പറയൂ. ആ നാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട്. നിങ്ങളുമായിട്ട് ഇടപെടുന്നവരും അവരുമായിട്ട് ഇടപെടുന്നവരും അവിടെ ഉള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരാരും ഒന്നും പറയാതെ ഒറ്റക്കൊട്ടാണ് ഈ ഒരു സ്ത്രീയെ മാത്രം അവര് പോയി പറയുന്നത് വെറുതെ ആവൂ? അതൊന്നും പറയരുതേ. നമ്മളിവിടെ വിവരമില്ലാത്തവരല്ലേ എന്തോന്ന് തിരക്കാൻ? എന്താ തിരക്കാൻ? അത് പറഞ്ഞ ഉടനെ അവളെ അങ്ങ് എടുക്കുവോ? അവർക്ക് കുടുംബമൊന്നുമില്ലേ? ഭർത്താവില്ലേ? ആർക്കാ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അവിടെ ബന്ധം ഒഴിഞ്ഞായിരുന്നു. ആ നിങ്ങൾ കാരണം എന്നാണ് ഈ ഇവള് കാരണമാണ് ആ ബന്ധം. ഏവള് കാരണം? നിങ്ങൾ ഈ അനാവശ്യ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ആ സ്ത്രീ വന്ന് സംസാരിച്ചു. അല്ലാതെ ചുമ്മാ പറയൂ. എന്താ സ്വപ്നം കൊണ്ടൊരു സ്ത്രീ പറയൂ ഇങ്ങനൊരു സ്ത്രീ ഉണ്ട്, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കൂ. സത്യസന്ധത ആത്മാർത്ഥമുള്ളിടത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു നീ പോ നിന്റെ പാട്ടിന്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാം. കാരണം അവള് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്ന സ്ത്രീയാണ്. നീ അത് പറഞ്ഞത് ശരിയാണോ? അവളെ 2 അടി കൊടുത്തോ, ചീത്ത പറഞ്ഞോ, എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചോളാം, നീ വേണ്ട എന്ന് പറഞ്ഞ് ഇയാൾ താമസിച്ചെങ്കിൽ ഈ വീട്ടുകാർ ഈ വേദി വരെ വരുമോ? ആ സ്ത്രീയുടെ ബന്ധം എങ്ങനെയാ ഒഴിഞ്ഞത്? അത് ഇവിടെ നിന്ന് അവിടെ ഭർത്താവായിട്ട് എന്ന് പറഞ്ഞു. എനിക്ക് അഗീത ബന്ധങ്ങളുണ്ട്. ആ സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ഇവർ പറഞ്ഞു. അവരുടെ ഭർത്താവ് അറിയുന്നത് റജിയിൽ നിന്നാണ്. അപ്പൊ അവരുടെ ഭർത്താവ് ആ വീട്ടിലില്ലേ? ഉണ്ട്, ജോലിക്ക് പോകും. അപ്പൊ ജോലിക്ക് പോകുമ്പോഴേ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്? ഞാനായിട്ട് ബന്ധപ്പെടുന്നില്ല, അന്നൊന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ റജി പറഞ്ഞതിന്റെ പേരില് ആ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു എന്നാണോ പറയുന്നത്? അയാള് ജോലിക്ക് പോയി കഴിഞ്ഞ് വളരെ കോടതി മുഖാന്തരമാണോ അവര് വിവാഹബന്ധം വേർപെടുത്തിയോ? അതെനിക്കറിയില്ല. അത് പിന്നെ നിങ്ങൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ഭാര്യയുള്ള ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് അധികാരത്തിന് പുറത്ത് നിങ്ങൾ ചെയ്തു? കോടതി മുഖേന അല്ലാതെ ബന്ധം എങ്ങനെ ഒഴിയും? ബന്ധം ഒഴിയണമെങ്കിൽ കോടതി മുഖേന പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ വേറൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റ്. ഒരു ബന്ധം എങ്ങനെ കോടതി മുഖാന്തരം അല്ലാതെ എങ്ങനെ ബന്ധം ഒഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ പറ്റും? മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് അയാളുടെ അനുമതിയില്ലാതെ ബന്ധം പുലർത്തുന്നത് 7 വർഷം ശിക്ഷിക്കത്തക്ക കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ആ ഭർത്താവ് ഒരു കേസ് നിങ്ങളുടെ പേരിൽ കൊടുത്താല് നിങ്ങൾ ഇന്ന് ജയിലിൽ പോകും. ഈ വക ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ മേഡം. ഇത് പറഞ്ഞത് ഇത് കുറെ പേർക്ക് വിവരം വെക്കട്ടെ. ഏതെങ്കിലും ഇങ്ങനെ തലയും മറച്ചുകൊണ്ട് അനാവശ്യമായിട്ട് പല വീടുകളിലും കയറി ഇറങ്ങുന്നവന്മാർക്ക് വിവരം വെക്കട്ടെ. ആ പെണ്ണിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത് കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടില് ഞാൻ അവരുടെ വീട്ടിലൊന്നും കയറി ചെന്നിട്ടില്ല. പിന്നെ വേറെ എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ സംഗമം?
എന്റെ തങ്കമ്മ അല്ല ഒന്നും എടുത്തത് എവിടെ വെച്ചാ? നിങ്ങൾ എടുക്കണമല്ലോ, ഇയാള് പറഞ്ഞല്ലോ എടുത്തു എന്ന് പറഞ്ഞല്ലോ. എടുത്തത് എവിടെ വെച്ചാ എടുത്തേ? നടു റോഡി വെച്ചു, എവിടെ വെച്ചാ എടുത്തേ? പറയൂ, എവിടെ വെച്ചാ എടുത്തേ പറയൂ. ഞാനൊരു അവളെ വീട്ടിൽ ചെന്ന കാര്യം പറഞ്ഞു. അവിടെ വീട്ടിൽ ചെന്നത് അതാ പറഞ്ഞത്. അവിടെ വീട്ടിൽ അവിടെ വീടല്ല, അവിടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുക. ആ വീട്ടിൽ തന്റെ വീട്ടിൽ തന്റെ ഭാര്യ താമസിക്കും. താൻ ഇല്ലാത്ത സമയത്ത് ഒരുത്തം വന്ന് ഇവിടെ എടുത്താൽ താൻ എന്ത് തോന്നും? കൊണ്ടുപോകാൻ പറയും. കൊണ്ടുപോകാൻ പറയൂ. അത്ര മൂല്യമുള്ളൂ. ഇച്ചോളോ പോടോ. അവള് വന്നിട്ടുണ്ടോ കൂടെ? മറ്റേ ആ സ്ത്രീ സുനിത, അവരെ വരാൻ പറയും. എന്റെ ശാപം എന്ന് ഇയാളെ നിറക്കുണ്ടാക്കും ഈ സ്ത്രീക്കും കിട്ടും. എന്റെ മക്കളെ അറിയാം, എന്റെ മോളത്. ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ലോകത്ത് കല്യാണം കഴിക്കാത്ത എത്ര ആണുങ്ങൾ കിടക്കുന്ന ഈ നാട്ടില്? എന്റെ അമ്മ ഞങ്ങളെ നെഞ്ചോട് അടുക്കി പിടിച്ച് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടന്നിറങ്ങി. ഈ മനുഷ്യൻ ഇവളുമായിട്ട് ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തന്നിട്ടില്ല. തന്ന് ആവശ്യം പോലെ അടി ഈ ഇടയ്ക്കും തന്നു. കവളി മടൽ വെട്ടി എന്റെ ശരീരം മൊത്തം അടിച്ച് എന്നെ ഇങ്ങനെ പൊത്തെ പിടിച്ച് കൊല്ലാൻ. അത്രത്തോളം അനുഭവിച്ചതിന്റെ ആ വിങ്ങല് ആരെടുത്ത് പറയും? എന്റെ അച്ഛനെ അടിക്കാന്ന് പറഞ്ഞാണ്. എപ്പോഴും അച്ഛൻ അടിക്കണം. അച്ഛൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞിടാ റേഷൻ കാർഡിന്റെ ഫോട്ടോ എടുപ്പ് കിടക്കുന്ന അവിടെ അടുത്ത് അവൾ ആ പ്രാന്തി എവിടെയെങ്കിലും കാണും. അച്ഛൻ എന്തോ പറഞ്ഞു. അപ്പോഴും അച്ഛൻ അടിക്കണമെന്ന് പറഞ്ഞു. രാത്രി വീട്ടിൽ വന്നപ്പോ എന്നെ കുറ്റിവിളക്ക് അടിച്ചെന്ന്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത ഒരു നന്നായിട്ടിരുന്നൊരു കുടുംബം ഇല്ലാതാക്കുക ചെയ്തത് നിങ്ങൾ. അതാലോചിക്കണ്ടേ? ആ സ്ത്രീ നിങ്ങളുടെ കൺമുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ദുഃഖം നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചയിൽ ഒരിക്കൽ പോലും പെട്ടില്ലേ? ഭാര്യയും 2 കുട്ടികളുമുള്ള ഒരാളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു ചേർക്കുമ്പോൾ സുനിത എന്തുകൊണ്ടാണ് അയാളുടെ കുടുംബത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതിരുന്നത് എന്ന് നാം ചോദിക്കുന്ന ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ സ്വന്തം ഭർത്താവുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താതെയാണ് സുനിത പ്രമോദ് കുമാറിനോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങിയത്. തൻ്റെ ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ എല്ലാ കുറവുകളും എല്ലാ കുറ്റങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ ധൈര്യവും തൻ്റെടവും കാണിച്ച റെജി എന്ന സ്ത്രീയുടെ ചോദ്യം മറ്റൊന്നാണ്. എന്തിന് അയാളെ തന്നെ സുനിത ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഇത്തരം ചില ചോദ്യങ്ങൾക്കൊന്നും നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയില്ല. കാരണം കഥയേക്കാൾ വിചിത്രമാണ് ജീവിതം. ജീവിതം സാക്ഷി, കഥയേക്കാൾ വിചിത്രം. വീണ്ടും കാണാം നാളെ ഇതേ സമയം.